പണ്ട് ടിയാനൻമെനില് പട്ടാളം ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഒരാള് ഏകാഗിയായിട്ട് ഈ ടാങ്കുകളുടെയൊക്കെ വരുന്നതിന്റെ മുമ്പിൽ നിന്നതുപോലെ ഈ ബൈക്കുകളിൽ ഭടന്മാർ ഈ നഗര തെരുവുകളൊക്കെ ടെഹ്റാനിലേക്ക് കയറുമ്പോൾ ഒരാള് ഒറ്റയ്ക്ക് തെരുവിൽ ഇതിൻ്റെ നേരെ നിൽക്കുന്ന ഒരു വീഡിയോ വൈറലായിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ ടെഹ്റാൻ്റെ ഹൈവേയിൽ സ്തംഭിച്ച് നിൽക്കുന്ന ഈ മനുഷ്യൻ ഇപ്പോൾ ഈ പ്രക്ഷോഭത്തിൻ്റെ പ്രതീകമാണ്. ആ സേനകളുടെ മുമ്പിൽ ഒറ്റയ്ക്കൊരാൾ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ 1989 ടിയാനൻമെൻ സംഭവം ആണ് പലരുടെയും ഓർമ്മയിൽ വരുന്നത്. ഇത് ഈ ഷായ്ക്ക് അനുകൂലമായ മുദ്രാവാക്യങ്ങളാണ് പ്രക്ഷോഭകർ മുഴക്കുന്നത്. ഷാ ഭരണത്തിന് അനുകൂലമായ മുദ്രാവാക്യങ്ങൾ. IRNA എന്ന് പറയുന്നത് അവിടുത്തെ ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ്. അവര് ഇതിനെ വളച്ചൊടിക്കുന്നുണ്ട്. ദേശാഭിമാനി സാധാരണ ചെയ്യുന്നത് പോലെ ഈ IRNA പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോൺ കച്ചവടക്കാരാണ് ഇതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞിട്ട് ഇതിനെ ചെറുതാക്കുക. എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ കച്ചവടക്കാർക്ക് ഈ റിയാല് തകർന്നതിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ഇതൊരു സാമ്പത്തിക പ്രശ്നമായിട്ട് മാത്രം ചുരുക്കാൻ ആണ് അത് ശ്രമിക്കുന്നത്. ഇറാൻ റിപ്പബ്ലിക്കിന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പറയുന്നതിനെ ഒരു കാരണവശാലും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് അത്തരം ഭരണകൂടങ്ങളുടെ ഒരു സ്വഭാവമാണ്. അതിപ്പോ ചൈനീസ് മാധ്യമങ്ങൾക്ക് ആ പ്രശ്നമുണ്ട്, പഴയ സോവിയറ്റ് യൂണിയൻ മാധ്യമങ്ങൾക്ക് ആ പ്രശ്നമുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാൻ വയ്യ. ഇപ്പൊ ഒരു കാര്യമുള്ളത് 79 വിപ്ലവത്തിന് ഇപ്പം എത്രയായി? 50 കൊല്ലം ആയിട്ടില്ല അല്ലേ? 45 കൊല്ലമാവുന്നു. അത്രയും കാലം ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് പിടിച്ചു നിന്നു എന്നത് തന്നെ മഹാത്ഭുതമാണ്. അതിഭീകരമായ നടപടികൾ കൊണ്ടാണ്, ഈ ഇരുമ്പുമറ കൊണ്ടാണ് പിടിച്ചു നിന്നത്. ഒരു കാര്യം ഉറപ്പാണ് സാർ, ഈ മതത്തിൻ്റെ പേരിൽ ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രത്തിന് ഈ ഗവേണൻസ് എന്ന് പറയുന്നൊരു ഏർപ്പാടുണ്ടല്ലോ, ജനക്ഷേമം എന്ന് പറയുന്നൊരു ഏർപ്പാട്, രാജ്യത്തിൻ്റെ സുരക്ഷ, സാമ്പത്തിക വളർച്ച, ഇത്തരം സംഗതിയിൽ ഇത് ആവശ്യമായ പരിജ്ഞാനമോ ധാരണയോ നിർബന്ധമോ ഇല്ലല്ലോ. കാരണം ഇതിന് ആവേശം മാത്രം മതിയല്ലോ. ഷാ പഹ്ലവിക്കെതിരായി അവിടെ തെരുവിലിറക്കാൻ, ആളുകളെ ഇറക്കാൻ വിദേശത്തിരുന്നിട്ട് ആയത്തുള്ള ഖൊമൈനിയുടെ മതപ്രസംഗം മാത്രം മതിയായിരുന്നു. ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ എളുപ്പമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിപ്പോ ഇത്രയും കൊല്ലം മതഭരണത്തിന് ഏകതാനത, മൊണോട്ടണി ഉണ്ടാവും, വിരസമായിരിക്കും. അതെ, ഇത് മഴവില്ല് പോലെയാണല്ലോ രാജ്യങ്ങൾ ഇരിക്കേണ്ടത്. അതെ, തീർച്ചയായിട്ടും. എന്തെല്ലാം തരം വൈവിധ്യങ്ങൾ. ഇപ്പൊ ആ ഒരു ഉടുപ്പിടാനുള്ള അവകാശത്തിനല്ലേ ആ കുട്ടി അതിഭീകരമായിട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.